കീഴറയിൽ വാടക വീട്ടിലുണ്ടായ സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെട്ടു. പുലർച്ചെ 2 മണിയോടെ ഉണ്ടായ സ്ഫോടനത്തിൽ വീട് തകർന്നു. ബോംബ് നിർമ്മാണത്തിനിടെയാണ് സ്ഫോടനമെന്നാണ് സംശയിക്കുന്നത്. അനൂപ് മാലിക് എന്നയാൾ സ്ഥിരമായി ഇവിടെ വന്നു പോകാറുണ്ടെന്നാണ് പോലീസിന് ലഭിച്ച മൊഴി. പോലീസും ഫയർഫോഴ്സും സ്ഥലത്ത് പരിശോധന തുടരുന്നു. സുമേഷ് മൊറാഴ നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നു. സുമേഷ്, ആദ്യം അറിയേണ്ടത് എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? എപ്പോഴാണ് ഈ വിവരം പുറം ലോകം അറിഞ്ഞത്? ഭവ്യ, ഇന്ന് പുലർച്ചെ 2 മണിയോടെയായിരുന്നു ഇത്തരമൊരു സ്ഫോടനം നടന്നത്. കണ്ണപുരം കീഴറയിലായിരുന്നു ഇത്തരമൊരു ഉഗ്ര ശബ്ദത്തോടു കൂടിയുള്ള ഒരു സ്ഫോടനം നടന്നത്. ഈ സ്ഫോടനത്തിൽ ഇപ്പോൾ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മൃതശരീരം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിട്ടുണ്ട്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ 2 മണിയോടെ ഉഗ്രശബ്ദത്തോടെ സ്ഫോടനം കേൾക്കുന്ന ശബ്ദം കേട്ടായിരുന്നു നാട്ടുകാർ ഈ കാര്യങ്ങൾ അറിയുന്നത്. തുടർന്ന് നടത്തിയ പരിശോധനയിലായിരുന്നു വീട് പൂർണ്ണമായും തകർന്ന നിലയിലായിരുന്നു കണ്ടെത്തിയത്. തുടർന്ന് പോലീസിനെയും ഫയർഫോഴ്സിനും വിവരം അറിയിക്കുകയും ഉടൻ തന്നെ പോലീസും നാട്ടുകാരും ചേർന്ന് ഇതിന്റെ രക്ഷാപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നു വരികയായിരുന്നു. അതിനിടയിലായിരുന്നു ഒരു ബോഡി, ഒരു മൃതശരീരം കണ്ടെത്തിയത്. ഇതിൽ കൂടുതൽ പേർ ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അനൂപ് മാലിക് എന്ന ആളുടെ പേരിലാണ് ഈ വാടക വീട്. ഇത് വാടക വീടായിരുന്നു, ഒരു അധ്യാപകന്റെ വീടായിരുന്നു. ഇതൊരു വാടക കൊടുത്ത അനൂപ് മാലിക് എന്ന ഒരാളുടെ പേരിലായിരുന്നു വാടക കൊടുത്തിരുന്നത്. ഇദ്ദേഹം 2016 കണ്ണൂരിൽ നടന്ന ഒരു സ്ഫോടന കേസിൽ പ്രതിയായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇവിടെ വന്നു പോകാറുണ്ട് എന്നുള്ള കാര്യത്തിൽ പോലീസിന് ഏകദേശം ഒരു സൂചന ലഭിച്ചിട്ടുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ബോംബ് നിർമ്മാണം ഇവിടെ നടക്കുന്നു എന്നാണ് ഇപ്പം പോലീസ് പറയുന്നത്. നാട്ടുകാരുടെ ശ്രദ്ധയിൽ ഇത്തരമൊരു സംഭവം ഇതുവരെ ഉണ്ടായിരുന്നില്ല. സാധാരണ പകൽ സമയങ്ങളിൽ വീട് പൂട്ടി കാണാറുണ്ടെന്നാണ് തൊട്ടയൽവാസികൾ ഉൾപ്പെടെ പറയുന്നത്. ബൈക്കുകളിൽ ആളുകൾ എത്താറുണ്ട്. രാത്രി സമയങ്ങളിൽ സംസാരിക്കുന്ന ശബ്ദം കേൾക്കാം. എന്നാൽ ലൈറ്റ് ഉൾപ്പെടെ ഓഫ് ചെയ്തുകൊണ്ടുള്ള എന്തോ സംഭവം അവിടെ നടക്കുന്നു എന്നുള്ള കാര്യം അടുത്ത കാലത്തായിട്ട് നാട്ടുകാരുടെ ശ്രദ്ധയിൽ പതിഞ്ഞത്. അങ്ങനെ നാട്ടുകാരോട് ചോദിക്കുകയും ചെയ്തു. എന്നാൽ അത്തരം ആ രീതിയിലുള്ള സംശയമൊന്നും നാട്ടുകാർക്ക്. സുമേഷ്, ഈ വീട് നിൽക്കുന്നത് ഉൾപ്രദേശത്താണോ, ഒറ്റപ്പെട്ട സ്ഥലമാണോ? കീഴറ എന്ന് പറയുന്ന ഒരു നാട്ടുപുറമാണ്. അവിടെ ഒരു അധികം വീടുകൾ ഇല്ലാത്ത ഒരു പ്രദേശമാണ്. തൊട്ടടുത്ത് തൊട്ടടുത്ത് എന്ന് പറയുന്നത് ഏകദേശം ഒരു 100-150 മീറ്റർ ദൂരെയുള്ള വീടുകളാണ്. ഏതായാലും ഈ വീട് നിൽക്കുന്നത് ഏകദേശം ഒരു ഒറ്റപ്പെട്ട നിലയിലുള്ള ഒരു വീട് എന്ന് പറയാം. ഏതായാലും ഇത്തരം സംവിധാനങ്ങളൊക്കെ കേന്ദ്രീകരിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വീടായിട്ട് നമുക്ക് ഇതിനൊക്കെ കാണേണ്ടതായിട്ട് വരും. അതുകൊണ്ട് തന്നെ പോലീസ് ഇതിൽ കണ്ടെത്തിയ നിഗമനം എന്ന് പറയുന്നത് ഇവിടെ അനധികൃതമായി എന്തൊക്കെയോ നടക്കാൻ സാധ്യതയുള്ള ഒരു വീടാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ബോംബ് നിർമ്മാണം തന്നെയാണ് ഇവിടെ നടന്നു വരുന്നത് എന്നുള്ള ഏകദേശം ഒരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ കണ്ണപുരം പോലീസും ഉള്ളത്. ഈ അനൂപ് മാലിക് എന്നയാൾ അവിടെ സ്ഥിരമായി വന്നു പോകുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ കൊല്ലപ്പെട്ടത് ആരാണ്, മരണപ്പെട്ടത് ആരാണ് എന്നുള്ളതിലേക്ക് എന്തെങ്കിലും ഒരു സൂചന പോലീസിന് ലഭിക്കുന്നുണ്ടോ സുമേഷ്? ഭവ്യ, അത്തരം കാര്യങ്ങൾ ഇപ്പൊ പോലീസ് അത്തരം ഒരു സ്ഥിരീകരണം വന്നിട്ടില്ല. ഏതായാലും മൃതശരീരം ഇപ്പോൾ പരിയാരം മെഡിക്കൽ കോളേജിൽ മാറ്റിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം സിറ്റി പോലീസ് കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്ഥിരീകരണം നൽകും. അദ്ദേഹത്തിന് നേതൃത്വമുള്ള സംഘം ഈ പ്രദേശത്ത് ക്യാമ്പ് ചെയ്യുകയാണ്. അത് ഈ പരിശോധന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സിറ്റി പോലീസ് കമ്മീഷണർ ഉൾപ്പെടെ നേതൃത്വം കൊടുക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ ഇതിൽ സ്ഥിരീകരണം ഉണ്ടാകും. ഭവ്യ, സുമേഷ്, ഇതൊരു അധ്യാപകന്റെ വീടാണ്. അദ്ദേഹം വാടകയ്ക്ക് നൽകിയതാണെന്ന് മനസ്സിലാക്കുന്നു. എത്ര നാളായി ഈ വീട് ഇപ്പോൾ ഈ അനൂപ് മാലിക് എന്നയാൾക്ക് അല്ലെങ്കിൽ അവിടെ സ്ഥിരമായി വരുന്ന അയാൾക്ക് വാടകയ്ക്ക് നൽകിയിട്ട്, അയാൾക്ക് തന്നെയാണോ ഇത് വാടകയ്ക്ക് നൽകിയത്? എത്ര നാളായി വീട് ഉപയോഗിക്കുന്നു? ഈ അധ്യാപകരിൽ നിന്ന് എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് ചോദിച്ചറിയാൻ സാധിച്ചിട്ടുണ്ടോ ഇതുവരെ? ഭവ്യ, ഗോവിന്ദൻ എന്ന് പറയുന്ന ഒരു അധ്യാപകന്റെ പേരിലാണ് ഈ വീടുള്ളത്. ഇത് ഏകദേശം 1 വർഷത്തോളമായി വാടക നൽകിയിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ പ്രതികരണം ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം കൂടി ലഭ്യമാകും. അങ്ങനെയാണെങ്കിൽ ഇത് ഒരു തുടരുക. ഇപ്പോൾ ബിജു MLA നമുക്കൊപ്പം ചേർന്നു. MLA, ഗുഡ് മോർണിംഗ്. രാവിലെ തന്നെ ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണ് പുറം ലോകത്തേക്ക് എത്തിയത്. ഇതൊരു ഒറ്റപ്പെട്ട് നിൽക്കുന്ന സ്ഥലമാണ് ഈ വീടെന്നാണ് ഞങ്ങളുടെ റിപ്പോർട്ടർ ഞങ്ങൾക്ക് നൽകുന്ന വിവരം. അങ്ങനെ തന്നെയായിരുന്നു. MLA എപ്പോഴാണ് ഈ വിവരം അറിഞ്ഞത്? അല്ല, ഞാൻ രാവിലെ 6 മണിക്കാണ് അവിടെ നിന്നുള്ള ജനപ്രതിനിധികൾ വിളിച്ച് കാര്യങ്ങൾ അറിയിക്കുന്നത്. അതിഗൗരവതരമായ, കാരണം ഒറ്റപ്പെട്ട വീടെന്ന് പറഞ്ഞാൽ അങ്ങനെ വല്ലാതെ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രദേശമല്ല ഇത്. കാരണം ഈ സ്ഫോടനത്തെ തുടർന്ന് ഇതിന്റെ ചുറ്റുവട്ടത്തുള്ള വീടുകളുടെ വാതിലുകളും ജനലുകളും ഒക്കെ തകർന്നു പോയിട്ടുണ്ട്. അതായത് കുട്ടികൾ ഉൾപ്പെടെ ചില ഇടങ്ങളിൽ അവിടങ്ങളിൽ പോയി കളിക്കാറുണ്ട് എന്നൊക്കെയാണ് പ്രദേശവാസികൾ പറഞ്ഞത്. ഈ വാടക കൊടുത്ത വീടിനകത്ത് പലപ്പോഴായി ആളുകൾ രാത്രികൾ വന്നു പോകാറുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്.
അത്യന്തം ഗൗരവകരമായ ചില ചർച്ചകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ആധികാരികത പോലീസ് അന്വേഷിച്ച് പറയാതെ ഒരു ജനപ്രതിനിധി പറയുന്നതിലുള്ള പ്രയാസം കൊണ്ടാണ് ഞാൻ അതിന്റെ മറ്റു ഭാഗങ്ങൾ പറയാത്തത്. ചില ചർച്ചകളൊക്കെ ഇവിടെ നടക്കുന്നുണ്ട് ജനങ്ങൾക്കിടയിൽ. ചില സ്ഫോടനങ്ങളുമായി ബന്ധമുള്ള ആളുകൾ ഇതിനകത്തുണ്ട്. വാടകയ്ക്ക് കൊടുത്ത ആളുകളുമായി ബന്ധപ്പെട്ട അത്തരം ചില ആരോപണങ്ങളൊക്കെ ഈ സമീപവാസികളിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അത്യന്തം ഗൗരവമായ, ഒരുപക്ഷെ ഇത് പുലർച്ചെ 1 മണിയോടുകൂടിയാണ്, 1 മണിക്ക് ശേഷമാണ് സംഭവം നടന്നത് എന്നാണ് എന്നോട് പ്രദേശവാസികൾ പറഞ്ഞത്. അതായത് ഇത് പകലെങ്ങാനുമായിരുന്നെങ്കിൽ മറ്റൊരു വലിയ അപകടത്തിലേക്ക് കടക്കുമായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം നാട് വിറങ്ങലിച്ചു പോയ, പ്രദേശത്തുള്ള വീടുകളുടെ വാതിലുകളും ജനകളും തകർന്നു പോയ, ഈ ബോംബ് നിർമ്മിക്കാൻ ഉപയോഗിച്ച കെട്ടിടം പൂർണ്ണമായും തകർന്നു പോയ, ഒരാളുടെ മരണം ഇപ്പോ മറ്റ് അന്വേഷണങ്ങളും സംശയങ്ങളും ഒക്കെ ഇപ്പോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത്യന്തം ഗുരുതരമായ, പോലീസ് ഇവിടെയുണ്ട്, ഗൗരവതരമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയുണ്ട്. ഞാൻ യഥാർത്ഥത്തിൽ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് മീറ്റിംഗിന് വേണ്ടി എറണാകുളത്ത് എത്തിയപ്പോഴാണ് ഞാൻ ഇക്കാര്യങ്ങൾ അറിയുന്നത്. അപ്പോ അവിടെ കാര്യങ്ങൾ ഇപ്പോൾ കൈകാര്യം ചെയ്തു വരുന്നുണ്ട്. പോലീസുണ്ട്, ജില്ലാ പോലീസ് കമ്മീഷണർ ഉൾപ്പെടെയുള്ള ഓഫീസേഴ്സ് ഉണ്ട്. അവിടെ നിന്ന് കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള കാര്യങ്ങളും നിർവഹിക്കുന്നുണ്ട്. MLA, ഒരു സ്ഥിരീകരണത്തിനാണ് അവിടെ ഈ ബോംബ് നിർമ്മാണത്തിനിടെ തന്നെയാണ് ഇത്തരത്തിലൊരു സ്ഫോടനം ഉണ്ടായതെന്ന് തന്നെയാണല്ലോ അല്ലേ പോലീസ് പറയുന്നത്? അതെ, പ്രാഥമികമായി ആ നിലയിൽ തന്നെയാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. കൂടുതൽ അന്വേഷണം വേണ്ടി വരും. കൂടുതൽ അന്വേഷണങ്ങൾക്ക് ശേഷമാണ് മറ്റു കാര്യങ്ങൾ പറയാൻ പറ്റുക. എന്തായാലും ഈ കീഴറ പോലുള്ള പ്രദേശം എന്നത് അത്രമാത്രം വളരെ ശാന്തമായ ഒരു പ്രദേശം. യഥാർത്ഥത്തിൽ കുറെ സാംസ്കാരിക പ്രവർത്തനങ്ങളും വായനശാലകളും ഒക്കെയുള്ള ഒരു പ്രദേശമാണ് ഇപ്പോ കീഴറ എന്ന ഈ ഭാഗം നിലവിൽ. പക്ഷെ അതിനിടയിലേക്ക് അങ്ങനെ ഒരു സംഘർഷങ്ങളോ കാര്യങ്ങളോ നടക്കാത്തൊരു മേഖലയിൽ എന്തിനാണ് ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടായി എന്നതും അതീവ ഗൗരവമായ ഒരു ഭാഗം കൂടിയാണ്. അപ്പൊ അത്തരം ഭാഗങ്ങളെ കൂടി ഇതിനകത്ത് അന്വേഷിക്കേണ്ടതുണ്ട് എന്നതിൽ യാതൊരു സംശയമില്ല. എന്തായാലും മരണപ്പെട്ട ആളെ സംബന്ധിച്ച് ഇപ്പോൾ വിവരമൊന്നും ലഭ്യമായിട്ടില്ലല്ലോ അല്ലേ MLA? ഇല്ല, ഇപ്പോ അത് ഔദ്യോഗിക സ്ഥിരീകരണം വന്നിട്ടില്ല. അപ്പോ അതിനു മുന്നേ ചില ചർച്ചകളുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനു മുന്നേ ജനപ്രതിനിധി എന്ന രീതിയിൽ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അതിന്റെ ഒരു ഉത്തരവാദിത്വം ഉണ്ട് എന്നതുകൊണ്ടാണ് ഞാനിപ്പോ മറ്റു ഭാഗങ്ങളിലേക്ക് കടക്കാത്തത്. ചില ചർച്ചകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരുമായിട്ടുള്ള ചില ബന്ധങ്ങളും കാര്യങ്ങളും സംബന്ധിച്ചിടത്തോളം ചില ചർച്ചകളൊക്കെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെയുള്ള ചില സംഭവങ്ങൾ ബന്ധമുണ്ടെന്നുള്ള ഭാഗങ്ങളൊക്കെ ഇപ്പോ അവിടെ ജനങ്ങൾക്കിടയിൽ നിന്ന് ചർച്ചയുണ്ട്. ഔദ്യോഗിക സ്വീകരണം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഗൗരവമായ ഭാഗം നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും എന്നുള്ളത് തന്നെയാണ്. സമഗ്രമായ അന്വേഷണം വേണം, കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടിയും വേണം. യെസ്, വളരെ നന്ദി ശ്രീ എം വിജയൻ MLA ഞങ്ങളോട് പ്രതികരിച്ചതിന്. കല്യാശ്ശേരി MLA ആണ്, അദ്ദേഹമാണ് പ്രതികരിച്ചത്. വീണ്ടും സുമേഷ് മൊറായിലേക്ക് പോവുകയാണ്. സുമേഷ്, MLA തന്നെ പറയുന്നു ഗൗരവമാണ്, വലിയ ഗൗരവമുള്ള വിഷയമാണ് ഇത്, നേരത്തെ നടന്ന പലതുമായി ഇതിന് ബന്ധമുണ്ട് എന്നുള്ള തരത്തിലുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട്, ഔദ്യോഗികമായുള്ള അറിയിപ്പ് ഉടൻ ഉണ്ടാകുമെന്ന് MLA പറയുന്നു. വിഷയം വലിയ തരത്തിലോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്, ഇത് പലർക്കും ഇതിനുള്ള ബന്ധം പുറത്തു വരാൻ സാധ്യതയുണ്ട് എന്നൊക്കെയാണ് MLA പറയുന്നത്. എന്ന ആളുടെ പേരിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഈ അനൂപ് മാലിക് ഈ 2016 ഇതുപോലെയുള്ള മറ്റൊരു കേസിൽ പ്രതിയായ അദ്ദേഹമാണ്. അപ്പോ ഈ അന്ന് 2016 കണ്ണൂർ പൊടിക്കുണ്ടിലായിരുന്നു ഇതുപോലെ സമാനമായ രീതിയിലുള്ള ഒരു സ്ഫോടനം നടന്നത്. അതിലും ഒരാൾ മരിച്ചിരുന്നു. ആ സമയത്ത് ഉണ്ടായ ഒരാൾ എന്ന് പറയുന്നത് അനൂപ് മാലിക് തന്നെയാണ്. ഈ അനൂപ് മാലിക് തന്നെയാണ് ഈ വീടും വാടക എടുത്തിട്ടുള്ളത് എന്നതാണ് ഇപ്പം പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം. അങ്ങനെയാണെങ്കിൽ ഇതൊരു ഗുരുതരമായ സംഭവമായി നമ്മൾ ഇത് കാണേണ്ടതായി വരും. എന്തിനാണ് ഇദ്ദേഹം ഇത്തരം ഒരു പ്രദേശത്ത് കേന്ദ്രീകരിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലാണ് ഇപ്പം പോലീസ് അന്വേഷണം നടത്തി വരുന്നത്. അതായത് ഇത്തരം ഈ കീഴറ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കീഴറ എന്ന് പറയുന്ന ഒരു പ്രദേശം സ്വാഭാവികമായും വീടുകൾ വളരെ അടുത്ത് ഇല്ലെങ്കിൽ പോലും ഇത്തരം ഇതിന് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു വീടായിട്ട് നമുക്ക് ഇതിനെ കാണേണ്ടതായിട്ട് വരും. അതായത് ഒരു കുന്നിന്റെ ചെരുവിലാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. ആ ഭാഗത്തേക്ക് അധികം ആളുകൾ ശ്രദ്ധയിലേക്ക് വരാൻ സാധ്യതയില്ല. അത്തരം ഒരു സ്ഥലം തന്നെയാണ്, അത്തരം വീട് തന്നെയാണ് ഇദ്ദേഹം കണ്ടെത്തിയിരിക്കുന്നതും. അത് ഏകദേശം 1 വർഷത്തോളമായി ഇതിന്റെ ഈ രീതിയിലുള്ള ഈ വീട് ഇദ്ദേഹം വാടക എടുത്ത് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. എന്തായാലും ഈ സ്ഫോടകം സ്വാഭാവികമായും ബോംബ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഇവിടെ നിർമ്മിച്ചു വരുന്നുണ്ട് എന്നുള്ള കാര്യത്തിൽ എന്തായാലും പൂർണ്ണമായും പോലീസിന് ഒരു വിവരം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ അനൂപ് മാലിക്കാണ് ഇതിന്റെ നേതൃത്വം കൊടുത്തത്. അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ കേസിൽ പ്രതിയായിട്ടുള്ള ഒരു മനുഷ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഇത് കൃത്യമായ ഇതിന് ഒരു മുന്നൊരുക്കത്തോട്
കൂടിയാണ് ഇദ്ദേഹം ഈ വീട് വാടക കിട്ടുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഏതായാലും കൂടുതൽ പേർ ഈ ഇതിൽ അകപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇവിടെ പരിശോധന നടത്തി വരികയാണ്. പോലീസിന്റെയും അതുപോലെ തന്നെ ഫയർഫോഴ്സിന്റെയും ബോംബ് സ്ക്വാഡിന്റെ ഉൾപ്പെടെയുള്ള സംഘം ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണറാണ്. അദ്ദേഹം ഈ ആരാണ് മരിച്ചത് എന്നുള്ള കാര്യത്തിൽ അല്പസമയത്തിനുള്ളിൽ ഒരു സ്ഥിരീകരണം മാധ്യമങ്ങളോടായിട്ട് പറയും. ഏതായാലും ഇതിന്റെ മറ്റ് കാര്യങ്ങൾ ഉൾപ്പെടെ ഇതിന്റെ അന്വേഷണം കാര്യങ്ങളൊക്കെ ഉൾപ്പെടെ ഇപ്പോൾ നടന്നു വരികയാണുള്ളത്. ഏതായാലും അനൂപ് മാലിക്കിന്റെ പേരിൽ ഇപ്പോൾ കണ്ണപുരം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ശരി, സുമേഷ് മൊറോയാണ് വിവരങ്ങൾ നൽകിയത്.